മതവിശ്വാസിയല്ലാത്തവർക്ക് ശരീഅത്ത് ബാധകമാക്കരുതെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ആലപ്പുഴ സ്വദേശിനി PM സഫിയയാണ് ഹർജി നൽകിയത്. ഹർജിയിൽ കോടതി കേന്ദ്രത്തിന്റെ മറുപടി തേടി. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ നൽകും. ജിഷ്ണു, ഈ ഹർജിയിൽ എന്താണ് പറയുന്നത്? ഒപ്പം കോടതി മറുപടി തേടിയതിന് ഒപ്പം അതിന്റെ വിശദാംശങ്ങളും എന്താണ്? വീണ, മുസ്ലിമായി ജനിച്ചെങ്കിലും മതത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് ശരീഅത്ത് നിയമങ്ങൾ ബാധകമാക്കരുത് എന്ന ഹർജിയാണ് സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് 4 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ പരിശോധിക്കുമ്പോൾ, ഒന്ന്, മതം ഉപേക്ഷിച്ച മുസ്ലിമുകൾക്ക് ശരീഅത്തിന് പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കണം എന്നാണ് പ്രധാനപ്പെട്ട വാദം. അതായത് ജനിച്ചിട്ടുള്ളത്, നിലവിലുള്ളത് മുസ്ലിം മതത്തിലാണെങ്കിലും ആ മതത്തിന്റെ ആചാരങ്ങളിൽ വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് ഇന്ത്യൻ പിന്തുടർച്ചാവകാശം ബാധകമാക്കണമെന്ന് ഉത്തരവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശിനി PM സഫിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഒപ്പം ആ ഹർജിയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത്, ശരീഅത്ത് നിയമപ്രകാരം തന്റെ ഏക മകൾക്ക് മുഴുവൻ സ്വത്തുക്കളും നൽകാനാകില്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തണം എന്നുകൂടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചിരുന്നത്. ആ സമയത്ത് വിശ്വാസിയാണോ എന്ന് നോക്കിയല്ല ഇത്തരം വ്യക്തി നിയമങ്ങൾ ബാധകമാകുന്നത് എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അതിൽ വ്യക്തി നിയമങ്ങൾക്കപ്പുറം എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം ഉറപ്പാക്കുന്ന ഏകീകൃത സിവിൽ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾക്ക് കൂടി സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു.